എവിടാ ഇട്ടിച്ചൻ? ഇച്ചായൻ വിടില്ല. എവിടെ പോയി? ഇച്ചായൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? വേണ്ട, പക്ഷെ അവൻ എവിടെ പോയാലും അവനെ ഞാൻ പൊക്കും. നീ പോയി പൊക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. പട്ടി കൊലയാടി മോനെ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്തയില്ലാത്തരം പറഞ്ഞോടാ. വേണ്ട, അവൻ വരുമ്പം പറഞ്ഞേക്ക് അച്ചൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങിന്ന്. അകത്തൊന്നും ഇറങ്ങിയില്ല. അതിനു മുമ്പേ തുടങ്ങിയല്ലടാ. കേടാ വണ്ടിയിൽ. എന്തിനാ സാറേ? അയ്യോ, കാരണം പതിപ്പിച്ചാലേ സാറ് കേറത്തുള്ളൂ അല്ലേ? കേറാ റാസ്കൽ. ഞാനിപ്പോ നീ പോക്കൂ. നാരായണനാരെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. താമ്പയ്ക്കോ? എടാ, കുറെ മുതലാളിമാര് നിന്റെ കയ്യിലുണ്ടോന്ന് വെച്ച് വീണ്ടും തല്ലാനും കുത്താനും നിന്നാണ്ടല്ലോ, ഇടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സാറേ, ഇട്ടിച്ചൻ കാണിച്ചു. ചുമ്മാ എടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു കാത്തിരിക്കായിരുന്നു ഞാൻ. നീ എന്നോ സഹായിക്കണം. സാറിനെ ഞാൻ സഹായിക്കാനോ? തുറന്നു പറയാലോ, ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അടുത്ത വീട്ടുകാരൊക്കെ റോഡിന് വേണ്ട സ്ഥലം വിട്ടുതരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കള്ള നസ്രാണി മാത്രം ഉടക്കി നിൽക്കുക. അവനെ ഒതുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇടപെട്ട വകുപ്പ് മാറും. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചത്. അവൻ കുറച്ച് പിടിപാടുള്ളവനാ. നീ വിചാരിച്ചാലേ അവനെ ഒതുക്കാൻ പറ്റൂ. എന്താ അവന്റെ പേര്? വർക്കി, തുരുത്തേൽ വർക്കി. സാറേ, റോഡ് വെട്ടാൻ നാളെ തന്നെ ആൾക്കാരെ ഏർപ്പാടായിക്കോ. വർക്കിയുടെ കാര്യം ഞാൻ ഏറ്റു. എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. സാറേ, എനിക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരും. അപ്പോ വേണ്ട രീതി സാറങ്ങ് കൈകാര്യം ചെയ്ത് തന്നാ മതി. അപ്പോ വരട്ടെ. അയ്യോ, കഷ്ടം. വണ്ടി മാറ്റി കൊണ്ടുപോടാ. എവിടാടാ പട്ടി കഴിവതമോൻ? അച്ചൂട്ടി ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരും ഇല്ലാത്തപ്പോ ഈ മുണ്ടക്കിൽ ഇട്ടിച്ചന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടിയെ നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരെ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്നും ഞൊടിച്ചാ ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണോ അറിയോ?
ഇനി ആരെങ്കിലും ഉണ്ടോ മുണ്ടയ്ക്ക് കഴിവേറികള് ഉണ്ടെങ്കിൽ വീഴ. തന്ത ആരാണെന്നറിയില്ലെങ്കിലും ഒറ്റ തന്തയ്ക്ക് പിറന്നവനാളാ ഈ അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. മനസ്സിലായണം പുല്ലേ. വാടാ. അന്വേഷിച്ചിട്ട് അറിയാമോ എത്ര പ്രാവശ്യം തന്നെ വീട്ടിൽ പോയി അറിയാമോ? അച്ചോട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങേര് ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. ഒരു പെരുന്നാളന് ഒരു കൂട്ടായി നമ്മുടെ ചിഹ്നം കോഴി ചിഹ്നം. ഇന്ന് വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിട്ടോ. നമ്മുടെ ചിഹ്നം മറക്കരുത്, കോഴി. തിരുവമ്പാടിക്ക് പറ്റിയ ചിഹ്നം. ഓക്കേ. വിട്ടോ